ആളിയാ അമ്മ മറ്റേ കാര്യം ഇപ്പുണ്ട്. കാണാൻ തുടങ്ങി. എന്നാലും എന്താ മൈൻഡ് ചെയ്യാത്ത? സോറി അച്ഛാമേ, ടയർ പഞ്ചറായതാ. എടി ജീനെ, വെറുതെ മനുഷ്യനെ പോസ്റ്റ് ആക്കരുത്. ഓ, പിന്നെ നിന്നോട് 1000 തവണ പറഞ്ഞിട്ട് എന്നെ അച്ഛന്ന് വിളിച്ചാൽ മതി. പിന്നെ നിനക്ക് ഈ കോലിമിട്ട് നിർത്തിക്കൂടെ? നീ ഇന്ന് കുളിച്ചില്ലേ? കുളിച്ചു. എന്നാലും ഓ, ഒരു മുല്ലപ്പൂ പെർഫ്യൂം വല്ല വെറൈറ്റി സ്മെല്ല് മാറ്റി പിടിക്കടി. അല്ലേലും മുറ്റത്തെ മുല്ലയ്ക്ക് വേണമല്ലോ. അതാരെങ്കിലും കടക്കലും മുള്ളിയിട്ടായിരിക്കും. നീ വാ. ജീനം വായനോക്കികളെല്ലാം ഉണ്ടല്ലോ. നീ 1-ാം നമ്പർ അടിമുടി വടിവഴകിൽ. എടി, നീ ജിമ്മി പോണ്ടോ? പാടാടി. ജിമ്മി പോവാൻ പാടാ? പാട് കപ്പ് കപ്പ്. ഓ, വെച്ചേട്ട്. എന്റെ ഒന്നും പറയാൻ നടക്കാൻ ആരുമില്ല. അല്ലല്ലോ, അമ്മരൊക്കെ നിന്റെയൊക്കെ പറയും എന്ത് കണ്ടിട്ടേ നടക്കണേ? അതിനാദ്യം നിന്റെ ഈ ദാരിദ്ര്യം ഒന്ന് മാറട്ടെ. അവളേക്കാ നിറമുണ്ട്, സൗന്ദര്യമുണ്ട്, മുടിയുണ്ട്. പക്ഷേ ഈ പമ്മിഞ്ഞ ഓടിക്കാണ് വളർന്നുണ്ടാവോ? ഗൈനക്കോളജിസ്റ്റ് ആരൊക്കെയുണ്ട്? നീ എന്തിനാ ഗൈനക്കോളജിസ്റ്റൊക്കെ കാണുന്നേ? ഈശ്വര ചാച്ചൻ അപ്പഴേ പറഞ്ഞ കൊച്ചിനെ നോക്കി വളർത്തണം നീ എന്തൊക്കെയാണോ എന്തോ. ഒന്നും മിണ്ടാണ്ടിരിക്കോ, എല്ലാം പറയാം. ആരൊക്കെയുണ്ട്? ഡോക്ടർ നാരായണൻകുട്ടി, ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, ഡോക്ടർ കൃഷ്ണകുമാർ. അച്ചു, കാര്യം എന്താ? ലേഡീസ് ആരുമില്ലേ? ഇന്ന് ലേഡീസ് ആരുമില്ല. മോളെ, ഡോക്ടർ നാരായണൻകുട്ടി, ഒരു 60 വയസ്സിലൊക്കെ ഉള്ളത്. ഡോക്ടർ നാരായണൻകുട്ടി. ഇതായിരുന്നു നാരായണൻകുട്ടി. പറയോ അച്ഛമ്മ, എന്താണ് പ്രോബ്ലം? അയ്യോ അച്ചാമ്മ ഞാനല്ല, എന്റെ മോളാ. ഞാന് പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അച്ചാമ്മ എന്ന് പറയുന്നത് മോളല്ല അച്ചാമ്മ. പറ, എന്താ അച്ഛമ്മയുടെ ശരിക്കുള്ള പ്രശ്നം? തീരെ വളർച്ചയില്ല ഡോക്ടറെ. വളർച്ചയോ? കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 17 വയസ്സായി. 17 വയസ്സിന്റെ വളർച്ചയൊക്കെ ഉണ്ട് ഇല്ലേ? ഉണ്ട്. അതല്ല. പിന്നെ എന്തേലും ചെയ്യണം പ്ലീസ്. പുറമെ കാണുന്ന മോടി മാത്രമേ ഉള്ളൂ, അകത്തൊന്നുമില്ല. മരുന്നെന്തെങ്കിലും? ഇതിനങ്ങനെ പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. ഒരു സമയമാകുമ്പോ ഇതൊക്കെ തന്നെ ശരിയാവും. ധൈര്യം അടിച്ചല്ലേ, മോള് ചെന്ന് പഠിക്കാൻ നോക്ക്. ഇതൊക്കെ പ്രായത്തിന്റെയാ, തോന്നണതാ. ഇപ്പൊ നന്നായിട്ട് പഠിച്ച് പാസ്സാവാൻ നോക്ക്. ചെല്ലേ, ഇതൊന്നും ഒരു അസുഖമല്ല. ഇനിയിപ്പോ ഇത് തന്നെ ഒരു ആശ്രയം. അത് ചേച്ചി വലുതായി തോന്നുന്ന. ഓ, പാഡഡ് ബ്രായാണോ ഉദ്ദേശിച്ചത്? ആ ചേച്ചി, അത് തന്നെ. സൈസ്? സൈസ് ഉള്ളില് വലുതെടുക്ക ചേച്ചി. ഓ, വന്നു. എന്താ ഒരു സന്തോഷം? നിനക്ക് എന്നെ കാണുമ്പോ എന്തേലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇല്ല. ഒന്നും തോന്നല്ലോ. ഇല്ല. എടി, ഞാനിപ്പോ BPL മാറി APL ആയി. ഓ, വെച്ച് കെട്ട്. എന്നാലും നമ്മളൊന്നും ആരും നോക്കുന്നില്ല. ഇനിയിപ്പോ പേരിന്റെ പ്രശ്നമായിരിക്കോ? ഈ അച്ചാമ്മ എന്നുള്ള പേര് മാറ്റി വല്ല ജ്യോതികാന്നോ നയൻതാരാന്നൊക്കെ ആക്കിയിരുന്നെങ്കിൽ പൊളിച്ചാനല്ലേ? ഓ, പേരിലൊന്നും കാര്യമില്ല മോളെ, നീ വാ. ഇതെന്താണ്? എന്താണ് വിശേഷം? എടാ, എനിക്ക് ജോലി കിട്ടി. ഓ, എവിടെ? ചെന്നൈയിലാ, HCL. ആകെ ശല്യം ഒഴിവായി കിട്ടി. നീ നിന്റെ ചേച്ചിയെ കണ്ട് പഠിക്കുക കേട്ടോ. മൺഡേ തന്നെ ജോയിൻ ചെയ്യണം. കണ്ടോ, അവൾ അപ്പം പറയുന്ന പോലെ വളർന്നു, പഠിച്ചു, ഇപ്പതാ ജോലിയും കിട്ടി. ഇനിയെങ്കിലും നീ ഇവളെ കണ്ട് പഠിക്ക് കേട്ടോ. വാ മോളെ, പെമ്മക്കളായാൽ ഇങ്ങനെ വേണം. അപ്പന്റെ കാര്യം. ഞാനും പഠിച്ചില്ല, ജോലി വാങ്ങി.